ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. വീട്ടമ്മമാർക്ക് അവർ ചെയ്യുന്ന അധ്വാനത്തിന് വേതനം കിട്ടുന്നുണ്ടോ, അവർക്ക് എന്ത് വേതനമാണ് കിട്ടുന്നത്, ആ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു കണക്ക് എടുത്തതാണ്. ചുമ്മാ ഇതിനു വേണ്ടി ഞങ്ങളൊരു കണക്കെടുത്തു. അതിൽ നമ്മളുടെ പരിചയത്തിലും നമ്മളുടെ സ്വന്തത്തിലും നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിലുമുള്ള വിധവകളായ സ്ത്രീകളുടെ ഒരു ലിസ്റ്റും വിഭാര്യന്മാരുടെ ഒരു ലിസ്റ്റും. വിധവകളെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേരെ അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിച്ചു. വിഭാര്യന്മാരുടെ എണ്ണം നോക്കിയപ്പം വളരെ കുറവ്. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ പരിധിയിൽ നിന്ന് നോക്കിയിട്ട് തന്നെ വിധവകളാണ് കൂടുതൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കണക്ക് കിട്ടി. 2011 സെൻസസ്, സമീപകാല സർക്കാർ റിപ്പോർട്ടുകൾ, പ്ലാനിംഗ് ബോർഡ് വിവരങ്ങൾ എന്നിവ പ്രകാരം കേരളത്തിൽ വിധവകളുടെയും വിഭാര്യന്മാരുടെയും എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ട്. വിധവകൾ ഏകദേശം 20.1 ലക്ഷം, വിഭാര്യന്മാർ ഏകദേശം 6 ലക്ഷത്തിൽ താഴെ. ഈ അന്തരം വളരെ വലുതാണ്. അപ്പോൾ 20 ലക്ഷം വിധവകളുള്ളിടത്ത് 6 ലക്ഷത്തിൽ താഴെയുള്ളൂ വിഭാര്യന്മാർ. അപ്പോൾ വിധവകളാണ് കൂടുതൽ ഉള്ളത്. ഓരോ വിഭാര്യനും കണക്ക് പ്രകാരം 4 മുതൽ 8 വരെ വിധവകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി കേരളത്തിലെ മൊത്തം സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 11.56% പേരും വിധവകളാണ്. വെറും 3.5% പുരുഷന്മാർ മാത്രമാണ് വിഭാര്യരുള്ളത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു 75 മുതൽ 80% പേരും വിധവകളായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തത് ഉയർന്ന ആയുർദൈർഘ്യം. സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ ആയുർദൈർഘ്യം കൂടുതലുള്ളത്, ആയുസ് കൂടുതലുള്ളത്. അവർക്ക് പ്രസവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, കായിക ബലം കൊണ്ട് പുരുഷന്മാരാണ് മുമ്പിലെന്ന് പറഞ്ഞാലും, സ്ത്രീകളാണ് ആയുസിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ. അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വിവാഹപ്രായം. നമ്മുടെ കേരളത്തിലെ സിസ്റ്റം അനുസരിച്ച് സ്ത്രീയേക്കാൾ വയസ്സ് കൂടുതലായിരിക്കും പുരുഷന്. അങ്ങനെ വരുമ്പോഴും കൂടുതൽ വയസ്സുള്ള പുരുഷനാണ് ആദ്യമേ മരിക്കാൻ സാധ്യത കൂടുതൽ പൊതുവെ. പിന്നെ അടുത്തത് പുനർവിവാഹം. വിഭാര്യനായ ഒരാൾ അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഒരു ഭർത്താവ് കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ വിവാഹം കഴിക്കും സാധാരണഗതിയിൽ. പക്ഷേ വിധവ ഒരിക്കലും വേറൊരു വിവാഹം കഴിക്കുന്നില്ല. മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ഇങ്ങനെ കൂടുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ വിധവകൾ ഒറ്റപ്പെടുന്നു. വാർദ്ധക്യത്തിൽ ഏകദേശം 80% സ്ത്രീകളും തനിച്ചാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാൾ തനിച്ച് ജീവിക്കേണ്ടി വരും. ആ സമയത്ത് ബന്ധുക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ സഹായത്തിനായിട്ട് കാത്തു നിൽക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ അവർക്കും ഒരു വരുമാനം ആവശ്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റപ്പെടൽ മാത്രമല്ല, സാമ്പത്തിക ഇല്ലായ്മയും കൂടെ ആ സമയത്ത് വന്നു കയറുന്നു. ഇനി ചില സ്ത്രീകൾ പറയും എൻ്റെ പേരിൽ ഭൂസ്വത്തുക്കളുണ്ട്, മക്കൾ പറയും അമ്മയുടെ പേരിൽ അത്ര സ്വത്ത് കിടപ്പുണ്ട്, ഇത്ര സ്വത്ത് കിടപ്പുണ്ട്. ഈ വയസ്സുകാലത്ത് ഈ ഭൂമി വിൽക്കാനോ വില വാങ്ങാനോ വല്ലോ ഇവർക്ക് സാധിക്കുമോ? അത് മാത്രമല്ല, മക്കളോട്ട് സമ്മതിക്കുകയില്ല. അമ്മ വയസ്സായി കിടക്കുന്ന അമ്മയുടെ സ്ഥലം വിൽക്കണമെന്ന് പറയുമ്പോൾ മക്കളെല്ലാം എതിർക്കും, മക്കൾ അതിന് സമ്മതിക്കുകയില്ല. അത് മാത്രമല്ല, സ്ഥലമായിട്ട് കിടക്കുന്നവർ കരഞ്ഞും പറഞ്ഞും അവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതേസമയം മാസാമാസം ക്യാഷ് കിട്ടുന്ന രീതിയിൽ ഒരു പെൻഷൻ പദ്ധതി ഉണ്ടെങ്കിൽ ഈ തുക മാസാമാസം അമ്മയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യത്തിന് എടുക്കാം. അവരുടെ മരുന്ന്, ഭക്ഷണം, ജോലിക്കാരെ നിർത്തണം, ആ കാര്യങ്ങളിലേക്ക് എടുക്കാം. ഈ പെൻഷൻ സ്കീം ആകുമ്പോഴുള്ളൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്ഥലം കിടന്നാൽ അത് മക്കൾ കരഞ്ഞോ പറഞ്ഞോ എഴുതിച്ചുകൊണ്ട് പോകും. അപ്പം ഡെപ്പോസിറ്റായിട്ടിട്ടാൽ അതും മക്കൾ അറ്റാക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതാണ് പെൻഷൻ സ്കീമിൽ. LICയുടെ ഒക്കെ പെൻഷൻ സ്കീമിൽ നിന്ന് വേറെ പൈസയൊന്നും, അത് പെൻഷനായിട്ട് തന്നെ കിടക്കും. ഈ ആൾക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുകയും ചെയ്യും. ആൾ മരിച്ചു കഴിയുമ്പം ആ കിടക്കുന്ന എമൗണ്ട് അവകാശിക്ക് കൊടുക്കുകയും ചെയ്യും. ആ ഒരു സ്കീമാണ് ഏറ്റവും നല്ലത്. അപ്പം ഇടയ്ക്ക് പൈസ കൊണ്ടുപോകാനായിട്ട് മക്കൾക്കോ വേറെ ആർക്കുമോ സാധിക്കില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് മാസം തോറും തുക കിട്ടും.
ശരിക്കും ഇത് കുട്ടികളെ സംബന്ധിച്ചും ഒരു നല്ല കാര്യമാണ്. മക്കളെ സംബന്ധിച്ച് മക്കളിൽ ഈ മാതാപിതാക്കളുടെ പ്രായമാവുന്ന സമയത്ത് മക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ, ആ കുട്ടികളുടെ പഠനം, ഇതെല്ലാം കൂടെ വലിയൊരു തുക അവരും ചെലവഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അമ്മയുടെ കാര്യവും കൂടെ വരുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നതും ഈ വീതം വെക്കുന്നതുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേരിൽ, അമ്മയുടെ സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് തന്നെ ഒരു ഡെപ്പോസിറ്റ് അമ്മയുടെ പേരിൽ ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ വാർദ്ധക്യത്തിൽ എന്തിനാ ഇത്രയും ചിലവ്, ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടോ, വാർദ്ധക്യത്തിൽ പൈസ വേണോ? ശരിക്കും വാർദ്ധക്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വേണ്ടത്. നല്ല ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം, ഹോസ്പിറ്റൽ ചിലവുണ്ട്, മരുന്ന് വേണം, ഒരു സഹായി ആവശ്യമുണ്ട്. മക്കളൊന്നും പണ്ടത്തെ മാതിരി കൂടെ നിൽക്കുന്നില്ല, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല, നാട്ടിലുണ്ടെങ്കിൽ പോലും അവർ ജോലിയും കാര്യങ്ങളും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ദൂരെയായിരിക്കും. അപ്പോൾ അമ്മയ്ക്കൊരു സഹായി വളരെയേറെ ആവശ്യമാണ്. അപ്പോൾ അതിനെ കൂടെ നിർത്തണമെങ്കിൽ അതിന് ശമ്പളം കൊടുക്കണം, അവരുടെ ഭക്ഷണം, താമസം, ഇതെല്ലാം വഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു തുക അതിനുവേണ്ടി ചിലവാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇനിയിപ്പം ആളെ നിർത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പോഷായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് അവർക്ക് മാറാൻ പറ്റും. അതിനും ഡെപ്പോസിറ്റായിട്ട് പൈസ കൊടുക്കണം, മാസം തോറും പൈസ കൊടുക്കണം. ഇന്ന് ഇഷ്ടംപോലെ റിട്ടയർമെൻറ്റ് ഹോമുകളുണ്ട്. റിട്ടയർമെൻറ്റ് ഹോമുകളെ പറ്റി പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന സമൂഹം അത് മാറി മാറി വരികയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് റിട്ടയർമെൻറ്റ് ഹോം. മക്കൾ സ്ഥലത്തില്ല, അപ്പം ഒറ്റയ്ക്ക് ഒരിടത്ത് വീണു പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എനിക്കറിയാവുന്ന അമ്മയും അപ്പനെയും അവർ റിട്ടയർമെൻറ്റ് ഹോമിലാക്കി. മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ അവിടെ സന്തോഷമാണെന്നൊക്കെ കരുതി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അപ്പൻ മരിച്ചപ്പോൾ അമ്മയോട് ഒറ്റയ്ക്കായി. മക്കളൊരു സെർവൻറ്റിനെ ആക്കി. ആ സെർവൻറ്റ് രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ഒരു സെർവൻ്റായിരുന്നു, അടുത്തുള്ളത് തന്നെ. ഒരു ദിവസം ഇവർ പോയ സമയത്ത് അമ്മ ഗേറ്റ് അടച്ചിട്ട് തിരിച്ചകത്തേക്ക് കയറുന്ന വഴിക്ക് മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് അവിടെ കിടന്നു. അമ്മയുടെ കയ്യിൽ ഫോണില്ല, ഫോണിന് വേണ്ടി പോവാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കിടന്ന് അത്രയും നേരം അവിടെ കിടന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അന്ന് ഓണത്തിൻ്റെ അവധി എന്തോ ആയിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ജോലിക്കാരി വരുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു, അകത്തൊന്നും ഇതൊന്നുമില്ല. അവർ ഗേറ്റ് ചാടിക്കിടന്ന് ആരെയോ വിളിച്ചിട്ട് ഒരു ഞരക്കം മാത്രം. അത് കഴിഞ്ഞ് ആളെ വിളിച്ച് എല്ലാം തുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മകള് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളരെ നാളത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ആ അമ്മയ്ക്ക് സുഖമാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറയുന്നത്. അവിടെ എന്തായാലും ആളുകളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു നഴ്സിംഗ് കെയർ കിട്ടും. അപ്പോൾ അതൊരു നല്ല സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ വൈകാരികമായിട്ട് ചിന്തിക്കാതെ മക്കൾ തന്നെ നോക്കണം എന്നുള്ള ആ വികാരപരമായിട്ട് നമ്മൾ ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങണം. അത് കുടുംബമായിട്ട് ചിന്തിച്ചു തുടങ്ങണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്, ഒറ്റയ്ക്കാവുന്ന മാതാപിതാക്കളെ പുനർവിവാഹം കഴിപ്പിക്കാൻ മക്കൾ ശ്രമിക്കുന്നു. മക്കളത് ചെയ്യുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നു. ഒറ്റപ്പെടുന്ന അച്ഛനും അമ്മയും, പ്രത്യേകിച്ച് അമ്മ ഇത്ര നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഇനി അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് ഒരു വിവാഹം നടന്നു. ഒന്നല്ല, കുറേ വിവാഹങ്ങൾ നടന്നു. അതിനെ വിമർശിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാവുന്ന അമ്മയ്ക്ക് ഒരു കൂട്ടും തണലും, മക്കൾ അവരുടെ ഫാമിലിയായിട്ട് പോകുന്നു. അപ്പോൾ അവർക്കും ഒരു മനസ്സമാധാനമാണ്, അമ്മയ്ക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും ആ പുനർവിവാഹങ്ങൾ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പലരും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു. എല്ലാവർക്കും അത് നടന്നെന്ന് വരില്ല. എന്നാലും ഒറ്റയ്ക്കാവുന്ന അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വേണം. അതിനെപ്പറ്റി കുടുംബമായിട്ട് ഇന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.